ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും കുട്ടനാടൻ തട്ടുകടയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് അധികം ആരും ഉണ്ടാക്കിയിട്ടില്ലാത്ത ഒരു അടിപൊളി ബീഫ് റെസിപ്പിയാണ്. നിങ്ങൾ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് ബീഫ് ടൊമാറ്റോ റോസ്റ്റ് ആണ്. അടിപൊളി റെസിപ്പിയാണ്, നിങ്ങൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ അതിനുവേണ്ടി നമ്മളിവിടെ ബീഫ് എടുത്തിട്ടുണ്ട്. ബീഫ് നന്നായി കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുകയാണ്. നമ്മളിവിടെ എല്ലോട് കൂടിയുള്ള ബീഫാണ് എടുത്തിരിക്കുന്നത്. എല്ലില്ലാത്ത ബീഫാണെങ്കിൽ ഇച്ചിരി ബെറ്റർ ആയിരിക്കും നമുക്ക് ഈ കറി ഉണ്ടാക്കാനായിട്ട്. അപ്പോൾ ഇതിനുവേണ്ടി ആദ്യമായി നമുക്കൊരു മസാല തയ്യാറാക്കാം. അതിനുവേണ്ടി ഇതുപോലൊരു ബൗൾ എടുക്കാം. ഈ ബൗളിലേക്ക് നമുക്ക് 1.5 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ നമുക്കിപ്പോൾ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അടുത്തതായി നമുക്ക് ഇതിലേക്ക് ഒരു 1/4 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്യാം. ഇതോടൊപ്പം തന്നെ 1/2 ടേബിൾ സ്പൂൺ ഗരം മസാല കൂടി നമുക്കിപ്പോൾ ഇതിലേക്ക് ആഡ് ചെയ്യാം. നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം കൂടി ആഡ് ചെയ്തതിന് ശേഷം ഇത് നല്ല പേസ്റ്റ് പോലെ നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പം നമ്മുടെ മസാല നല്ല പേസ്റ്റ് പോലെ നമ്മൾ ഇതോട്ട് മിക്സ് ആക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസിലേക്ക് കിടക്കാം. ഇതിനുവേണ്ടി നമ്മളൊരു ചെറിയൊരു സവാള നമ്മളിതോട് ചെറുതായിട്ട് നമ്മൾ സ്ലൈസ് വെച്ചിട്ടുണ്ട്. നമ്മളിതിൽ മെയിനായിട്ട് യൂസ് ചെയ്യുന്നത് തക്കാളിയാണ്. അപ്പോൾ നമ്മളുടെ ഒരു 4 മീഡിയം സൈസ് തക്കാളി നമ്മളിതോട് ചെറുതായിട്ട് നമ്മൾ സ്ലൈസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അടുത്തതായി നമുക്ക് വേണ്ടത് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ആണ്. നമ്മളിവിടെ 1 ടേബിൾ സ്പൂൺ ഫുള്ള് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് എടുത്തിട്ടുണ്ട്. അതോടൊപ്പം ഒരു ഇഞ്ചി നമ്മളിതോട് ചെറുതായിട്ട് നമ്മൾ കട്ട് ചെയ്തിട്ടുണ്ട്. ഇത് നമ്മൾ ജൂലിയൻ കട്ട് എന്ന് പറയും. കൂടാതെ നമ്മൾ ആവശ്യത്തിന് കറിവേപ്പില കൂടെ നമ്മളിവിടെ എടുത്തിട്ടുണ്ട്. ആദ്യമായി നമുക്ക് ഈ ബീഫ് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. അതിനുവേണ്ടി നമ്മൾ ബീഫ് ഒരു ബൗളിലേക്ക് എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് 1 ടേബിൾ സ്പൂൺ ആണ് നമ്മൾ എടുത്തിരിക്കുന്നത്. അത് നമുക്കിപ്പോൾ ഇതിലേക്ക് ആഡ് ചെയ്യാം. ഇതോടൊപ്പം തന്നെ 2 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്യാം. കാശ്മീരി ചില്ലി പൗഡർ ആഡ് ചെയ്തതിനു ശേഷം നമുക്ക് ഇതിലേക്ക് ഒരു 1/4 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി നമുക്കിപ്പോൾ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അടുത്തതായി നമ്മൾ ഇതിലേക്ക് ഒരു 1/2 ടേബിൾ സ്പൂൺ നല്ല ജീരകം പൊടിച്ചത് നമുക്കിപ്പോൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതോടൊപ്പം നമുക്ക് ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. മല്ലിപ്പൊടി ആഡ് ചെയ്തതിനു ശേഷം നമുക്ക് ഇതിലേക്ക് ഒരു 1/4 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇതോടൊപ്പം നമുക്ക് ഇതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ ഗരം മസാല കൂടി നമുക്കിപ്പോൾ ഇതിലേക്ക് ആഡ് ചെയ്യാം. ഇതോടൊപ്പം നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് കൂടെ നമുക്കിപ്പോൾ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. പൊടികളെല്ലാം ആഡ് ചെയ്തതിനു ശേഷം നമുക്ക് ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ആഡ് ചെയ്ത് കൊടുക്കാം. നമ്മൾ വെളിച്ചെണ്ണ തന്നെ ആഡ് ചെയ്യുക, എന്നാലും നമുക്ക് കറക്റ്റ് നല്ലൊരു ടേസ്റ്റിൽ നമുക്കിത് കിട്ടത്തുള്ളൂ. ഇതെല്ലാം ആഡ് ചെയ്തതിനു ശേഷം നമുക്ക് കൈ യൂസ് ചെയ്ത് തന്നെ നമുക്ക് ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. അതായത് നമ്മുടെ ഈ മസാല എല്ലാം നമ്മുടെ ബീഫിലേക്കെല്ലാം നന്നായിട്ട് എത്തുന്നത് പോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. എല്ലാം കൂടെ മിക്സ് ആക്കിയതിന് ശേഷം ഏകദേശം മിനിമം ഒരു 15 മിനിറ്റെങ്കിലും നമ്മളിതൊന്ന് മാറിനേറ്റ് ചെയ്യാണ്ട് വെക്കുക. നമ്മളിവിടെ പ്രഷർ കുക്കർ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഈ ബീഫ് കുക്ക് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ഇത് സ്റ്റൗവിലോട്ട് വെച്ച് നന്നായി ചൂടായി കഴിയുമ്പോൾ ഇതിലേക്ക് ഏകദേശം ഒരു 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. എണ്ണയൊന്ന് ചൂടായി കഴിയുമ്പോഴേക്കും ഇതിലേക്ക് നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ബീഫ്, നമ്മൾ മസാല പൊട്ടി വെച്ചിരിക്കുന്ന ബീഫ് നമുക്കിപ്പോൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ബീഫ് ആഡ് ചെയ്തതിന് ശേഷം നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അതായത് ഇപ്പോഴും നമ്മളിത് ക്ലോസ് ചെയ്യാൻ പാടില്ല. ഈ എണ്ണയ്ക്കകത്ത് കിടന്ന് നമ്മുടെ ബീഫ് ചെറുതായിട്ടൊന്ന് ഫ്രൈ ആയി കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ ഇതിലേക്ക് വെള്ളം ആഡ് ചെയ്തിട്ട് നമ്മളിത് കുക്ക് ചെയ്യാനായിട്ട് പോകുന്നത്. ഇടയ്ക്ക് വെച്ച് നമുക്ക് ഈ ബീഫ് ഒന്ന് ഇളക്കി കൊടുക്കാം. കാരണം നമ്മുടെ ഈ വെള്ളം ഒന്നും ആഡ് ചെയ്യാത്തതുകൊണ്ട് ചിലപ്പോൾ അടുക്കി പിടിക്കാൻ ഒരു ചാൻസ് ഉണ്ട്. അപ്പോൾ ഏകദേശം ഒരു 5 മിനിറ്റ് നമ്മൾ ഇങ്ങനെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് ഇതിലേക്ക് വെള്ളം ആഡ് ചെയ്തിട്ട് നമുക്ക് കുക്ക് ചെയ്തെടുക്കാം. ഇപ്പോൾ ഏകദേശം 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് ഇതിലേക്ക് വെള്ളം ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നിങ്ങൾ വെള്ളം ആഡ് ചെയ്യുമ്പോൾ അത്യാവശ്യം നന്നായിട്ട്, ഞാനിവിടെ ഈ ബീഫിന്റെ ആ ഒരു ലെവലിൽ തന്നെ നമ്മൾ വെള്ളം ആഡ് ചെയ്യുന്നുണ്ട്. കാരണം നമ്മളിത് റോസ്റ്റ് ആക്കുന്ന സമയത്ത് നമുക്ക് ഇതിന്റെ ഈ ഒരു വെള്ളം നമുക്ക് ആവശ്യമായിട്ട് വരും. വെള്ളം ആഡ് ചെയ്തതിന് ശേഷം നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കത് അടച്ചു വെച്ച് ഏകദേശം ഒരു 7-8 വിസിലെങ്കിൽ നമുക്കത് മിനിമം അടിക്കണം. എന്നാലും നമ്മുടെ ഈ ബീഫ് കറക്റ്റായിട്ട് സോഫ്റ്റ്നെസ്സിൽ നമുക്ക് കിട്ടത്തുള്ളൂ. ബീഫ് കുക്കാകുന്ന ഈ സമയം കൊണ്ട് തന്നെ നമുക്ക് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് നമുക്ക് തയ്യാറാക്കിയെടുക്കാം. അതിന് നമുക്ക് ഇതുകൂട്ടൊരു പാൻ വെക്കാം. പാൻ നന്നായി ചൂടായി കഴിയുമ്പോൾ ഇതിലേക്ക് ഏകദേശം ഒരു 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. എണ്ണ നന്നായി ചൂടായി കഴിയുമ്പോൾ നമുക്ക് ഇതിലേക്ക് സവാള ആഡ് ചെയ്ത് കൊടുക്കാം. സവാള നിങ്ങൾ കട്ട് ചെയ്യുമ്പോൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇതുകൊണ്ട് തന്നെ വളരെ നൈസായിട്ട് വേണം കട്ട് ചെയ്യാനായിട്ട്. കാരണം നമ്മളിത് കുക്ക് ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ ഇതിൻ്റെ സവാള നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ടെന്ന് അറിയാൻ പാടില്ല. അപ്പോൾ ആ ഒരു ലെവലിൽ തന്നെ വേണം നമ്മളിത് കട്ട് ചെയ്തെടുക്കാനായിട്ട്. നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. നമുക്കിവിടെ ഈ സവാള ഒത്തിരി നേരമായിട്ട് വഴറ്റേണ്ട കാര്യമില്ല. കാരണം നമ്മുടെ സാധാരണ നമ്മൾ കറിയൊക്കെ ഉണ്ടാക്കുമ്പോൾ നമ്മുടെ സവാള ഒരു ഗോൾഡൻ ആകുന്ന വരെയാണ് നമ്മൾ വഴറ്റിക്കൊണ്ടിരിക്കുന്നത്. ഇത് നമുക്ക് ഏകദേശം ഒരു ട്രാൻസ്പെറൻറ്റ് ലുക്കിൽ കിട്ടിയാൽ മതി. ഇപ്പം നമ്മുടെ സവാളയൊക്കെ ഒന്ന് സോഫ്റ്റ് ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന തക്കാളി നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഈ തക്കാളി നിങ്ങൾ കട്ട് ചെയ്യുമ്പോൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇതുകൂട്ട് തന്നെ നൈസായിട്ട് തന്നെ കട്ട് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കണം. എന്നാലും നമുക്ക് അവസാനം നമ്മൾ ഈ റോസ്റ്റ് നമ്മൾ കംപ്ലീറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ആ ഒരു പെർഫെക്റ്റ് ആ ഒരു ലുക്കിലും ആ ഒരു ടേസ്റ്റിലും നമുക്ക് കിട്ടത്തുള്ളൂ. ഞാനിവിടെ പറയുന്ന അളവുകളെല്ലാം നമ്മൾ 1 കിലോ ബീഫ് നമ്മൾ കുക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടുള്ള അളവുകളാണ്. അപ്പോൾ നിങ്ങൾ പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കണം. ഈ തക്കാളിയൊക്കെ പെട്ടെന്ന് കുക്കായി കിട്ടാനായിട്ട് നമുക്കിത് അടച്ചു വെച്ച് ഏകദേശം ഒരു 4-5 മിനിറ്റ് ലോ ഫ്ലെയിമിലിട്ട് നമുക്കൊന്ന് കുക്ക് ചെയ്തെടുക്കാം. ഇപ്പോൾ ഏകദേശം 4 മിനിറ്റ് കഴിഞ്ഞിരിക്കുകയാണ്. നമ്മൾ ഓപ്പൺ ആക്കിയിരിക്കുകയാണ്. തക്കാളിയൊക്കെ ഒരുമാതിരി ഒന്ന് കുക്കായി വന്നിട്ടുണ്ട്. എന്നാലും കറക്റ്റായിട്ട് കംപ്ലീറ്റ് ആയിട്ടില്ല. നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് കൂടെ നമുക്കിപ്പോൾ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം.
നിങ്ങൾ ഈ ഉപ്പ് ആഡ് ചെയ്യുമ്പോൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക, നമ്മൾ ബീഫിലൊക്കെ ഓൾറെഡി ഉപ്പിട്ടിട്ടുള്ളതാണ്. അപ്പോൾ അതനുസരിച്ച് വേണം നമ്മളിവിടെ ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാനായിട്ട്. ഇനി ഇതിലേക്ക് നമുക്കൊരു 1/2 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ കൂടെ നമുക്കിപ്പോൾ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇവിടെ വെച്ച് 1/2 ടേബിൾ സ്പൂണിൽ കൂടുതൽ മുളക് പൊടി യൂസ് ചെയ്യാൻ പാടില്ല. കാരണം നമ്മൾ ഈ കറിക്കകത്ത് നമ്മൾ ഏകദേശം ഒരു 3 സ്റ്റേജിലായിട്ട് നമ്മൾ ഇതിലേക്ക് മുളക് പൊടി യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എരിവ് കൂടാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഇപ്പോൾ നമ്മുടെ തക്കാളി കറക്റ്റായിട്ട് നമുക്ക് വെന്ത് കിട്ടിയിട്ടുണ്ട്. കറക്റ്റ് ആ ഒരു ഉടയുന്ന ആ ഒരു പാകത്തിലായിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമുക്ക് ബീഫ് ആഡ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ഇവിടെ 7 വിസിൽ കഴിഞ്ഞിരിക്കുകയാണ്. ഇപ്പോൾ നമ്മുടെ പ്രഷർ എല്ലാം നമ്മൾ റിലീസ് ആക്കിയിട്ടുണ്ട്. ഇനി നമുക്കിത് ഓപ്പൺ ആക്കി നോക്കാം. ഇപ്പോൾ നമ്മുടെ ബീഫൊക്കെ കറക്റ്റായിട്ട് നമുക്കിവിടെ വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇൻ കേസ് നിങ്ങളുടെ ബീഫ് വെന്തിട്ടില്ലെന്ന് നിങ്ങൾക്ക് തോന്നുവാണെങ്കിൽ ഒരു 3-4 വിസിലും കൂടെ നമ്മളിത് അടച്ചു വെച്ചിട്ട് ഒന്നുകൂടെ കുക്ക് ചെയ്താൽ മതിയാവും. നിങ്ങൾക്ക് കാണാം ആ മസാലയുടെ ആ ഒരു വെള്ളവും എല്ലാം നമുക്ക് അതുകൂട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. ഏകദേശം ഇത്രയും തന്നെ നമുക്ക് ആ മസാലയുടെ ആ ഒരു ഗ്രേവി നമുക്ക് വേണം. എന്നാലും നമുക്കിത് റോസ്റ്റ് ആക്കുമ്പോൾ നമുക്ക് പതിയെ നമുക്ക് അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാൻ പറ്റുള്ളൂ. നമുക്കിതിൽ നിന്ന് ബീഫിന്റെ പീസുകൾ മാത്രം നമ്മൾ എടുത്തിട്ട് നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന തക്കാളിയുടെ ആ ഒരു ഇതിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം. ഇതിന്റെ ഗ്രേവി നമുക്ക് കളയാൻ വേണ്ടിയിട്ടല്ല, ഇത് നമുക്ക് പതിയെ നമ്മൾ ഇതിലേക്ക് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ആദ്യം നമ്മുടെ ഈ പീസുകളെല്ലാം നമുക്ക് അതിലേക്ക് ഇട്ട് കൊടുക്കാം. നിങ്ങൾക്കിവിടെ കാണാം നമ്മളിവിടെ കറക്റ്റ് ബീഫിന്റെ ഒരു പീസുകൾ മാത്രമേ എടുക്കുന്നുള്ളൂ. ഇങ്ങോട്ട് നിങ്ങൾ ബീഫ് എടുക്കുമ്പോൾ എല്ലില്ലാത്ത ബീഫ് എടുക്കുകയാണെങ്കിൽ ഇച്ചിരി ബെറ്റർ ആയിട്ട് നമുക്കിത് കുക്ക് ചെയ്യാനായിട്ട് പറ്റും. ഞാനിവിടെ എല്ലോട് കൂടിയുള്ള ബീഫാണ്, എന്നാലും കുഴപ്പമൊന്നുമില്ല. നമ്മളിവിടെ ബീഫിന്റെ പീസസ് എല്ലാം നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്തിരിക്കുകയാണ്. നമുക്കിതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നമുക്ക് നന്നായിട്ട് വഴറ്റി കൊടുക്കാം. നമ്മളിത് കുക്ക് ചെയ്യുന്നത് ഒരു മീഡിയം ടു ഹൈ ഫ്ലെയിമിലിട്ടായിരിക്കണം, ഒരിക്കലും കുറയ്ക്കാൻ പാടില്ല. എന്നാലും നമുക്ക് കറക്റ്റായിട്ട് ആ ഒരു ലെവലിൽ നമുക്കിത് കുക്ക് ചെയ്തെടുക്കാനായിട്ട് പറ്റുള്ളൂ. നമുക്കിത് യൂസ് ചെയ്ത് തന്നെ നമുക്ക് ഈ ബീഫിന്റെ പീസുകളും ഈ തക്കാളിയും എല്ലാം നന്നായിട്ട് ഉടച്ചുടച്ച് വിടാം. അടുത്തതായി നമുക്ക് ഇതിലേക്ക് നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ബീഫിന്റെ ആ ഒരു ഗ്രേവിയിൽ നിന്നും കുറച്ച് നമുക്കിപ്പോൾ ഇതിലേക്ക് ആഡ് ചെയ്യാം. ഒരിക്കലും ഫുള്ളായിട്ട് നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്യാൻ പാടില്ല, കുറച്ച് വേണം നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാനായിട്ട്. എന്നാൽ നമുക്ക് ആ സ്റ്റേജിൽ നമുക്ക് കറക്റ്റായിട്ട് ഇത് കറക്റ്റ് ആ ടേസ്റ്റിൽ നമുക്ക് കുക്ക് ചെയ്തെടുക്കാനായിട്ട് പറ്റുള്ളൂ. എന്നിട്ട് ഇത് വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഗ്രേവി ആഡ് ചെയ്തതിന് ശേഷം വീണ്ടും നമ്മൾ ഈ തവി യൂസ് ചെയ്ത് തന്നെ ഇതുകൂടി പ്രസ് ചെയ്ത് കറക്റ്റ് പറഞ്ഞ് നമ്മളിത് കുഴച്ചെടുക്കുക. ആ ലെവലിലാകണം വരെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഇപ്പോൾ നമ്മുടെ ഗ്രേവിയൊക്കെ ഏകദേശം പറ്റി നമ്മുടെ ബീഫിലേക്കൊക്കെ നന്നായിട്ട് ചേർന്നിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ചുകൂടി നമുക്ക് ഇതിലേക്ക് ഗ്രേവി ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് വീണ്ടും ഈ സെയിം പ്രോസസ്സ് തന്നെ നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. ഏകദേശം ഒരു മിഡിൽ സ്റ്റേജ് ആകുമ്പോഴേക്കും നമുക്ക് ഇതിലേക്ക് നമ്മൾ ആദ്യം ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ആ മസാല നമുക്കിപ്പോൾ ഇതിലേക്ക് ആഡ് ചെയ്യാം. ഒരിക്കലും നമ്മളിത് ഗ്രേവിയൊക്കെ നമ്മൾ ആഡ് ചെയ്യുന്നതിന് മുന്നേയും ആഡ് ചെയ്യാൻ പാടില്ല, ഇതിന് ശേഷവും ആഡ് ചെയ്യാൻ പാടില്ല. ഏകദേശം ആ ഒരു മിഡിൽ സ്റ്റേജ് ആകുമ്പോൾ തന്നെ ഇത് ആഡ് ചെയ്യാൻ നിങ്ങൾ ശ്രദ്ധിക്കുക. ഇനി ഇതിലേക്ക് നമുക്ക് ഏകദേശം ഒരു 2-3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ കൂടെ നമുക്കിപ്പോൾ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. വെളിച്ചെണ്ണ ആഡ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് നമുക്ക് കുറച്ച് കറിവേപ്പില ആഡ് ചെയ്ത് കൊടുക്കാം. ഇത്രയും ആഡ് ചെയ്തതിന് ശേഷം നമുക്ക് ഇതെല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. അതായത് നമ്മളിപ്പോൾ ആഡ് ചെയ്ത മസാലയൊക്കെ നമ്മുടെ ഈ ബീഫിലേക്കൊക്കെ നന്നായിട്ട് പിടിക്കുന്നത് പോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇപ്പോൾ നമ്മുടെ ഗ്രേവിയൊക്കെ വീണ്ടും പറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു വട്ടം കൂടി ഒഴിക്കാനുള്ള ഗ്രേവി നമ്മുടെ കയ്യിലുണ്ട്. അതുകൂടെ നമുക്ക് ഇതിലേക്ക് ഒഴിച്ചിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇത് നമ്മുടെ ലാസ്റ്റ് സ്റ്റേജാണ്, അതുകൊണ്ട് തന്നെ ഇത് നന്നായിട്ട് നല്ല ഹൈ ഫ്ലെയിമിലിട്ട് തന്നെ നമ്മളിത് കുക്ക് ചെയ്തെടുക്കണം. അതോടൊപ്പം തന്നെ ഇത് ഈ തവി യൂസ് ചെയ്ത് തന്നെ നമ്മൾ ആദ്യം പറഞ്ഞുകൊണ്ട് തന്നെ മിക്സ് ചെയ്ത് വേണം പോകാനായിട്ട്. ഇപ്പം നമ്മുടെ ബീഫൊക്കെ നന്നായിട്ട് പറ്റി നല്ല റോസ്റ്റ് പോലെ ആയിട്ടുണ്ട്. ഏകദേശം ഈ ഒരു കണ്ടീഷനിലാണ് നമുക്ക് കിട്ടേണ്ടത്. അപ്പോൾ നിങ്ങൾ ഈ ഒരു കൺസിസ്റ്റൻസി കണ്ടല്ലോ, ഈ ഒരു സ്റ്റേജ് ആദ്യം വരെ നമ്മുടെ ഇതിലേക്ക് നമ്മുടെ വെള്ളം ഒഴിച്ച് നമ്മളത് പറ്റിച്ചെടുക്കണം. ഇപ്പം നമ്മുടെ ബീഫ് പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് കുക്കായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് മല്ലിയില കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. അതോടൊപ്പം തന്നെ നമ്മൾ ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന നമ്മുടെ ഇഞ്ചി നമ്മൾ ജൂലിയൻ കട്ടിലാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതുകൂടി നമുക്കിപ്പോൾ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇത് രണ്ടും ആഡ് ചെയ്തതിന് ശേഷം ഏകദേശം ഒരു 10 മിനിറ്റ് നമുക്കൊന്ന് അടച്ചു വെക്കാം. ഇപ്പോൾ ഏകദേശം 10 മിനിറ്റ് കഴിഞ്ഞിരിക്കുകയാണ്. നമ്മളിത് ഓപ്പൺ ആക്കുകയാണ്. ഇപ്പോൾ നമ്മുടെ ബീഫിലേക്ക് കറക്റ്റായിട്ട് നമ്മുടെ ആ ഒരു മസാലയുടെ ആ ഒരു എരിവും എല്ലാം പിടിച്ചിട്ടുണ്ടാവും. തക്കാളിയുടെ ആ ഒരു പുളി എല്ലാം കറക്റ്റായിട്ട് നമ്മുടെ ഈ ബീഫിലേക്കൊക്കെ പിടിച്ചിട്ടുണ്ടാവും. നമ്മൾ ഈ മല്ലിയില യൂസ് ചെയ്യുന്നതിന് തൊട്ട് മുന്നേ വെച്ച് നമ്മൾ സ്റ്റൗ ഓഫ് ചെയ്തിരുന്നു. അപ്പോൾ ഏകദേശം അപ്പോഴേക്കും നമ്മുടെ ഈ ബീഫിൽ നിന്നുള്ള വെള്ളം എല്ലാം പറ്റി നന്നായിട്ട് റോസ്റ്റ് ആക്കി കിട്ടുന്ന ആ ഒരു സ്റ്റേജ് ആകുമ്പോൾ നിങ്ങൾക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. അങ്ങനെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ബീഫ് ടൊമാറ്റോ റോസ്റ്റ് നമ്മളിവിടെ തയ്യാറാക്കിയിരിക്കുകയാണ്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണ്. ഒരിക്കലെങ്കിലും നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇത് ഇഷ്ടപ്പെടും. 100% ഗ്യാരണ്ടി ഉള്ളൊരു റെസിപ്പിയാണ്. നിങ്ങൾ തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കുക. ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഞങ്ങളെ കമന്റിലൂടെ അറിയിക്കുക. ആദ്യമായാണ് ഞങ്ങൾ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം ആ ബെല്ലൈക്കൺ കൂടെ എനേബിൾ ചെയ്യുക. അപ്പോൾ ഞങ്ങളുടെ വീഡിയോസ് എല്ലാം കറക്റ്റായിട്ട് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ അടുത്ത വീഡിയോയുമായി കാണുന്നതുവരെ എല്ലാവർക്കും ഗുഡ് ബൈ.